Hello all, welcome to Competitive Cracker. I am Dr. Vidya Vijay. So, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിനാണ് വന്നേക്കുന്നത്. ഈ 2026ന്റെ ബിഗിനിങ്ങിൽ ഞാൻ ഈ വർഷം നെറ്റ് ക്രാക്ക് ചെയ്യും അല്ലെങ്കിൽ JRF നേടിയെടുക്കും എന്ന് ചിന്തിച്ച ഒരുപാട് പേരുണ്ടാവാം അല്ലേ. അപ്പൊ ഈ വരുന്ന ജൂണിൽ നമ്മൾ ഒരു നെറ്റ് എക്സാം കംപ്ലീറ്റ് ചെയ്യും. അടുത്തത് എന്താണേലും ഡിസംബറിലാണ്. അപ്പൊ ഡിസംബറിലെ അതാണ് 2026 അപ്പം നമുക്ക് ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് ഡിസംബർ 2026 ആണ് അല്ലെ. അപ്പൊ അതായത് ഈ നമുക്ക് മുമ്പിലുള്ളത് എന്ന് പറയുന്നത് 150 ഡേയ്സ് ആണ്. ആ ഒരു 150 ഡേയ്സ് നമ്മൾ വളരെ കോൺസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാം അല്ലെ. അപ്പം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ പ്രാവശ്യം നെറ്റ് ക്രാക്ക് ചെയ്തവരാണ് ഇവിടെ ഉള്ളത്. ഇതിലൊരാള് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. സെറ്റും നമ്മളോടൊപ്പമായിരുന്നു, നെറ്റും നമ്മളോടൊപ്പമാണ്. അങ്ങനെ ഇവരെല്ലാം സെറ്റും നെറ്റും ക്രാക്ക് ചെയ്ത് CCയോടൊപ്പം ജോയിൻ ചെയ്തവരാണ്. അപ്പൊ ഇനി നിങ്ങളാവണം അടുത്തത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നെറ്റ് JRF വിക്ടറി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8086881144. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഗൂഗിൾ ഫോമിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ടാവും. അതുവഴിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് പറയാനുള്ളത് അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരുപാട് പേര് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പറയാനുള്ള ഒരു കാര്യം, വി ഹാവ് ഓൺലി 150 ഡേയ്സ് ടു അവർ ഡെസ്റ്റിനേഷൻ. അപ്പൊ അതെപ്പോഴും മനസ്സിലുണ്ടാവണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ടാണെങ്കിലും പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഇഫ് ദർ ഈസ് സമ്മൺ ടു സപ്പോർട്ട് യു ഓർ ടു ഫോഴ്സ് യു, അപ്പൊ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ അത് തന്നെയാണ് നമ്മൾ കോച്ചിങ് ഏതൊക്കെ സബ്ജക്ട്സിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷ്, മലയാളം, കൊമേഴ്സ്, മാനേജ്മെന്റ്, ഇക്കണോമിക്സ്, പേപ്പർ 1. എല്ലാവരും പറയും പേപ്പർ 1 ക്ലിയർ ചെയ്യാൻ പറ്റും. ചിലർക്ക് കോർ പേപ്പർ ആയിരിക്കും ഡിഫിക്കൽട്ട്, ചിലർക്ക് നേരെ തിരിച്ച് പേപ്പർ 1 ഡിഫിക്കൽട്ട് ആണ്, സബ്ജക്ട് പേപ്പർ ക്ലിയർ ചെയ്യുക. സോ ഇങ്ങനെ ഡബിൾ മൈൻഡിൽ നിൽക്കുന്നവർക്കെല്ലാം CC സൊല്യൂഷൻസ് ഓഫർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മുടെ ക്ലാസ്സസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ്, PYQ അനാലിസിസ് ഉണ്ട്, മോക്ക് എക്സാംസ് ഉണ്ട്, മെന്റർഷിപ്പ് ഉണ്ട്. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ടൈമിലെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്താണ് അതിന്റെ തന്നെ റെക്കോർഡഡ് വീഡിയോസും ആപ്പിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ടൈമും കൺവീനിയൻസും അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ വീഡിയോസും ലിസൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഹിയർ കംസ് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. Match list 1 with list 2 and choose the correct answer from the options given. List 1 കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിന്റെ പേരുകളാണ്. ഡോൾകോമൺ, മൽവോലിയോ, മോർട്ടിമർ ആൻഡ് ബൊസോളോ. ലിസ്റ്റ് 2 വരുമ്പം വർക്ക് ആണ്. 12th Night, ദി ആൽക്കമിസ്റ്റ്, ദ ഡച്ചസ് ഓഫ് മാൽഫി ആൻഡ് എഡ്വേർഡ് 2. സോ ഇതിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് മൽവോലിയോ ആണ് അല്ലെ. മൽവോലിയോ ഇസ് എ ക്യാരക്ടർ ഫ്രം 12th Night. അപ്പം അതായത് B1 വരുന്ന ഓപ്ഷൻ ഏതാണ് ഇവിടെ ഉള്ളത്? ഒരൊറ്റൊരെണ്ണേ ഉള്ളൂ, B1. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ബൊസോളോ ഫ്രം ഡച്ചസ് ഓഫ് മാൽഫി, അതായത് D3. അപ്പം എക്സാക്ട്ലി റൈറ്റ് ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? ഓപ്ഷൻ B, A2 എന്ന് പറയുമ്പം ഡോൾകോമൺ ഫ്രം ദി ആൽക്കമിസ്റ്റ്. വൺസ് അഗൈൻ ഐ ആം ടെല്ലിംഗ് യു, ഡോൾകോമൺ ഇസ് എ ക്യാരക്ടർ ഫ്രം ആൽക്കമിസ്റ്റ്. Malvolio complex. Okay, Malvolio is a character from 12th Night by Shakespeare. And Mortimer is a character from Edward II. And Bozzolo is a character from Duchess of Malfi. അങ്ങനെ നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഫ്രം ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, അപ്പൊ അതാണ് മാച്ച് ദ ഫോളോയിങ്ങിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞു തന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ വളരെ ക്ലിയർ ആയി. Which among the following are true about Harold Pinter? ഇപ്പൊ റീസെന്റ് നമ്മൾ എക്സാം നോക്കുകയാണെങ്കിൽ, ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ, which of the following statements are correct, incorrect,
സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം അല്ലെ. അപ്പൊ അതിനൊരു എക്സലന്റ് എക്സാമ്പിൾ ആയിട്ടാണ് വിച്ച് among the following are true about Harold Pinter. നമുക്കറിയാം ഹാരോൾഡ് പിന്റർ ഈസ് ആക്ച്വലി ഫേമസ് ഫോർ ദ വർക്ക് ദ ബർത്ത്ഡേ പാർട്ടി ആൻഡ് ഹി ഈസ് അസോസിയേറ്റഡ് വിത്ത് തിയേറ്റർ ഓഫ് അബ്സർഡ്. ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആണ് അല്ലെ. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ഒന്ന് നമുക്ക് ആ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ആ ഓപ്ഷൻസ് ഒന്ന് നമുക്ക് റീഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, Harold Pinter was born in the year 1925. We are not sure, right? He was influenced by Samuel Beckett and Theatre of the Absurd. Exactly, right answer ആണ്. അപ്പോൾ option B is there. And the caretaker, the alchemist are his famous plays. ആണോ? Stanley is a character in Birthday Party. Right answer. Betrayal is the story of married couple. Alchemist is actually the work or the play by Ben Jonson, right? അല്ലെങ്കിൽ പൗലോ കോയിലോ. ഇത് രണ്ടുമാകാം. അപ്പം ഓപ്ഷൻ സിയും റോങ് ആണ്, ഓപ്ഷൻ എയും റോങ് ആണ്. ബി, ഡി, ഇ ആണ് ചാൻസസ് കൂടുതൽ. ലെറ്റ്സ് ചെക്ക്. എക്സാക്ട്ലി ഓപ്ഷൻ ബി, ഡി, ഇ ആർ ദ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ദീസ് ആർ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് Harold Pinter. Clear? Okay. Next, again we have match the following. Match list 1 with list 2. Choose the correct answer from the options given below. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് കോട്സുകൾ തന്നിട്ടുണ്ട് ലിസ്റ്റ് 1-ൽ. Now you have to identify this quote is taken from which work. അതാണ് നമ്മുടെ question. So first one, there is no art to find mind's construction in the face. Face reading is not possible എന്ന് പറയുന്നത് ഒന്ന്. Time is out of joint. I know. എനിക്കറിയാവുന്നതുപോലെ തന്നെ you people are also familiar with this statement. Actually, this is a statement from Hamlet. So, option അതായത് B1. Again, B1 വരുന്നത് എവിടെയാണുള്ളത്? ഒന്ന് ഓപ്ഷൻ ബി ആണ് അല്ലെ. B1 വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പം A3 ആണ്. അതായത് this is from Macbeth. Okay. Then the better part of valor is discretion. അത് എവിടെയാണ് വരുന്നത്? ഓപ്ഷൻ സി വരുന്നത് 4th, അതായത് 12th night. And my kingdom for a horse എന്ന് പറയുന്നത് റിച്ചാർഡ് 2, അതായത് D2. അപ്പം the correct answer is option B. The right answer is option B. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഓതർ, ക്യാരക്ടർ, കോട്സ് ഇതെല്ലാം മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വാട്ട് ടേം ഡിഡ് ബെർട്ടോൾഡ് ബ്രഷ് യൂസ് ഫോർ ഹിസ് മോഡ് ഓഫ് ഡ്രാമ റൈറ്റിംഗ് to distinguish it from traditional theatre? Bertolt Brecht is actually famous for the concept epic theatre. Epic theatre. Then next one, Dev Virashamy's Tufan is an adaptation of Shakespeare's play. Option A, Hamlet. Option B, Macbeth. Option C, 12th Night. And option D, The Tempest. Which is the right answer? ദേവ് വിരാസാമീസ് തൂഫൻ. തൂഫൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും അല്ലെ. നമ്മുടെ എന്താണ് രമേശ് ചെന്നിത്തല ആസ് എ മിനിസ്റ്റർ ഈ ഒരു പ്ലാനിലാണ്, തൂഫൻ എന്നുള്ള പ്ലാനിലാണ് ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിരായിട്ട് അല്ലെ ആ ഒരു ഇതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേരെന്താണ്? തൂഫൻ എന്നാണ്. അപ്പൊ നമ്മൾ അത് ഫെമിലിയർ ആണ്. ഇനി ഇവിടെ തൂഫൻ ഈസ് ആൻ അഡാപ്റ്റേഷൻ ഓഫ് ഷേക്സ്പിയേഴ്സ് പ്ലേ. തൂഫന്റെ ആക്ച്വൽ മീനിങ് എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് എന്നാണ്. അപ്പം ഇവിടെ എന്തായിരിക്കാം? ഓപ്ഷൻ ഡി, ടെമ്പസ്റ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി, ടെമ്പസ്റ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അഗെയിൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇവിടെ നമ്മൾ ഓതേഴ്സിനെയാണ്, അതായത് മാൽക്കം ബ്രാഡ്ബറി, ഡേവിഡ് ലോഷ്, കിങ്സ്ലി ആമിസ് ആൻഡ് CP സ്നോ 4 റൈറ്റേഴ്സിനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലിസ്റ്റ് 2-ൽ നമ്മൾ 4 വർക്ക്സുകളാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് 4 വർക്ക്സുകൾ? മാസ്റ്റേഴ്സ്, ലക്കി ജിം, ദ ഹിസ്റ്ററി മാൻ ആൻഡ് ചേഞ്ചിങ് പ്ലേസസ്. ഇതിൽ എന്തെങ്കിലും, അതായത് കിങ്സ്ലി ആമിസ് ഈസ് ആക്ച്വലി ഫേമസ് ഫോർ ലക്കി ജിം. കിങ്സ്ലി ആമിസ് ഈസ് ഫേമസ് ഫോർ ലക്കി ജിം. അതായത് B,
അല്ല, C2 വരുന്നത് ഏതാണ്? C2 വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അപ്പം ഓപ്ഷൻ ബി. ഇങ്ങനെ വേണം, അതായത് ഒരു ആൻസർ എങ്കിലും കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ. ബട്ട് ചില കേസസിൽ എന്താണ്, നമ്മൾ ലക്ക് ഫേവർ ചെയ്യണമെന്നില്ല. അതായത് ചിലപ്പോൾ C2 വരുന്ന 2 ഓപ്ഷൻസ് കാണാം. അങ്ങനെ വരുമ്പോഴത്തേക്കും അടുത്ത പോസിബിലിറ്റി ഏതിനാണുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്ത് മുമ്പോട്ട് പോവുക. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ദ ബുക്ക് Women Beware Women was published in, published is missing there, okay? It was published in 1621, okay? 1621. തോമസ് മിഡിൽട്ടന്റെ വർക്കാണ് വിമൻ ബിവെയർ വിമൻ, ഓക്കെ? അതായത് റിനസൻസ് പീരീഡിലെ റൈറ്റർ തന്നെയാണ് തോമസ് മിഡിൽട്ടൺ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who among the following as the proprietor of the Rose Theatre repaired in 1592 and in 1595 and spent substantial sums on renovating and expanding his theatre? ഏതാണ് റൈറ്റ് ആൻസർ? വി ആർ ഫെമിലിയർ വിത്ത് ഗ്ലോബ് തിയേറ്റർ അല്ലെ? അതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്കറിയാം. പക്ഷെ നമ്മൾ we haven't gone through this Rose Theatre related questions. I think so. നമ്മുടെ ക്ലാസ്സസിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടില്ല. So the right answer is Philip Henslow. Philip Henslow. So he is associated with Rose Theatre. Any last question. Name of the playwright who has written Galatea. Okay, Galatea. റോബർട്ട് ഗ്രീൻ, തോമസ് ലോഡ്ജ്, തോമസ് നാഷ്, ജോൺ ലൈലി. ഇവരെല്ലാം യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആണ്. പക്ഷെ ഇതിൽ ആര് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് ഈ ഒരു പെർട്ടിക്കുലർ വർക്ക്? ലെറ്റ്സ് ചെക്ക് ദ റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ജോൺ ലിലി. ഓക്കെ, ജോൺ ലിലി. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ വൺസ് അഗെയിൻ ഐ ആം ടെല്ലിങ് യു, സോ നൗ യു അണ്ടർസ്റ്റാൻഡ് ഏതാണ് പാറ്റേൺ. അതെ, മാച്ച് ദ ഫോളോയിങ്ങിൽ തന്നെ വർക്ക് ഓതർ, ക്യാരക്ടർ വർക്ക്, ക്യാരക്ടർ ഓതർ, കോട്ട് വർക്ക്. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും വാട്ട് ആർ ദ വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ നോട്ട് ട്രൂ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെ? അപ്പം ഇനിയും ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുമ്പ് ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത് നെറ്റ് സെറ്റ് ഒക്കെ ക്രാക്ക് ചെയ്ത നിങ്ങളുടെ ഫ്രണ്ട്സ്, സ്റ്റുഡൻസിനോടൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. നമ്മളുടെ ക്ലാസ്സുകളെല്ലാം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ 8096881144 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ താഴെ ഗൂഗിൾ ഫോം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം വീണ്ടും ഞാൻ പറയുകയാണ്, JRF ആയിരിക്കണം നമ്മുടെ എയിം. 2026 ഡിസംബറിലെ നെറ്റ് നമ്മൾ ക്രാക്ക് ചെയ്യും. ആ ഒരു വിശ്വാസത്തോടു കൂടി യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ വിത്ത് us. And thank you all.